ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും വളരെ നെഞ്ചിടിപ്പോട് കൂടി കണ്ട് നമ്മൾ കണ്ടു തീർത്തി എന്നുള്ളത്. കാരണം ആ സിനിമയ്ക്ക് അത്രത്തോളം ആ ഒരു പീക്ക് ഫീൽ തരാൻ സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. ആൻഡ് ഈ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ യാതൊരു രീതിയിലുള്ള പ്ലോട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലർ ഒന്നും കാണാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് കണ്ടു തുടങ്ങിയത്. പക്ഷെ പടം തുടങ്ങി ഒരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇത്തരം ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയൊരു ത്രെറ്റാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഫീല് തരാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു എന്താ പറയുക, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം ആ ഒരു ഫീലാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ US ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു മിസൈൽ അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുന്നു. ആ അറ്റാക്കിനെ ലാസ്റ്റ് മൊമെന്റിൽ എങ്ങനെ അത് തകർക്കാം, അല്ലെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ അതിനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരുപാട് കൂട്ടം ആളുകളുടെ ഓഫീസേഴ്സിന്റെ ഒക്കെ ആ ഒരു പ്ലാനിങ്ങും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിങ്ങും ആണ് സിനിമ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ എൻഡിങ് നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ എൻഡിങ് കഴിയുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരാം. എന്താണ് ഇങ്ങനെയായത്, എന്താണ് അങ്ങനെയായത് എന്നുള്ളത് പലതരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ, ഒരു ഒപ്പീനിയനിൽ ഒരു ഡിവൈഡ്, എന്താ പറയുക, ഡിവൈഡ് ഉണ്ടാവാം. പക്ഷേ ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതാണെന്ന് ശരിക്കും തോന്നി കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഇത്രയും ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു കൺട്രി, ഒരു US എന്ന് പറയുന്ന ഒരു കൺട്രീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടേക്ക് ടാർഗറ്റ് ചെയ്തൊരു അറ്റാക്ക് വരിക. ആ ഒരു അറ്റാക്കിന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡിഫൻസ് സിസ്റ്റവും, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ഉള്ള ആ ഒരു കൺട്രീനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഊഹിച്ചു പോകും. പക്ഷെ അത് എങ്ങനെ അവർ എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് ഒരു മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ, അങ്ങനെയുള്ളത് ഒരു പീക്ക് ഫീലാണ് ശരിക്കും ഇതിൽ കാണാൻ പറ്റുക. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല സമയത്തായിട്ട് നമുക്ക് ഇങ്ങനെ കയ്യും കാലമൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ നമ്മളെ അത്രത്തോളം അടുപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നതെങ്കിൽ. ആൻഡ് അത് ഈ സിനിമയിൽ പല മൊമെന്റുകളിലും വന്നു പോകുന്നുണ്ട്. ആൻഡ് പല ആളുകളുടെ നിസ്സഹായാവസ്ഥ, അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരുപാട് രീതിയിലുള്ള ഒരു ഏതൊക്കെ എക്സ്റ്റെന്റ് വരെ അവർക്ക് പോകേണ്ടി വരുന്നോ അതൊക്കെ അവർ പോകാൻ തയ്യാറാണ്. പക്ഷെ അതിനൊരു സൊല്യൂഷനാണ് അവർ നോക്കുന്നത്. ആൻഡ് അതിന്റെ എൻഡിങ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കൂടുതലൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഡിമാൻഡ് ചെയ്യുന്നത്, ഈ മൂവി പെർട്ടിക്കുലർലി ഡിമാൻഡ് ചെയ്യുന്നത് അതിലത്തെ ആ ഒരു ഫിയർ ആണ്. ആ ഫിയർ, അല്ലെങ്കിൽ ഇപ്പോ ഈ ലോകം അവസാനിക്കാൻ പോവാണ് എന്ന് നമുക്കൊരു ന്യൂസ് കിട്ടി, എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമുക്കൊന്നിനും ഒരു എന്താ പറയുക, ആൻസർ ഉണ്ടാവില്ല. ആ മൊമെന്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയും ബാക്കിയുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതും വളരെ കുറച്ച് നേരം, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് നമ്മളെ ന്യൂസ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു മൈൻഡിലത്തെ ഒരുപാട് തോട്ട്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് മൊമെന്റ്സ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഗംഭീരമായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടാ ഈ ഓസ്കാറിലൊക്കെ ഇതിന്റെ വല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വല്ല മെൻഷനിങ് ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ ശരിക്കും ആഗ്രഹിച്ചു പോയി അങ്ങനെ ഒരു മെൻഷനിങ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. കാരണം അമ്മാതിരി ഒരു സംഭവമാണ് അതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിന്റെ അക്കാദമി അവാർഡ് വിന്നർ തന്നെയാണ് ഈ സിനിമ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുള്ള അക്കാദമി അവാർഡ് വിന്നർ ആണ്. ആൻഡ് അത് ശരിക്കും പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. ആ സിനിമയുടെ മൂഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത് അവർ സ്കോർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആയിട്ട് ഓഡിയൻസിന് വിട്ടുകൊടുത്തത് ഇതിന്റെ എൻഡിങ് ആണെന്നുള്ളത്. അതിന്റെ എൻഡിങ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണുക.